ഒരമ്മ തൻ്റെ കുട്ടിയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പുറത്ത് സൈറൺ മുഴങ്ങുന്നു. ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല, ആ അമ്മയ്ക്ക് ആണവക്കലം അറിയില്ല. പക്ഷെ അവർക്ക് ആകെ അറിയുന്ന കാര്യം ഇന്ന് രാത്രി തങ്ങൾ ജീവനോട് ഉണ്ടാകുമോ എന്ന ഭയം മാത്രമാണ്. ഇന്ന് ലോകം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇറാൻ ഇസ്രായേൽ USA സംഘർഷം നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? മാപ്പിൽ വരച്ച അതിർത്തികൾക്ക് വേണ്ടിയിട്ട് മനുഷ്യരുടെ ജീവിതം മായ്ച്ചു കളയപ്പെടുമ്പോൾ അത് വെറും യുദ്ധം എന്ന പേരിൽ നമുക്ക് ന്യായീകരിക്കാനാകുമോ? ഇന്ന് മിഡിൽ ഈസ്റ്റ് സ്റ്റേഷൻ നടക്കുന്നത് വെറും ഒരു സൈനിക സംഘർഷം മാത്രമല്ല, അത് ലോകത്തിന്റെ ഭാവി പരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്ന കാര്യം നമുക്കറിയാം. USA, ഇസ്രായേൽ, ഇറാൻ എന്നീ 3 രാജ്യങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് അതിതീവ്രമായിട്ടുള്ള ഒന്നാണ്. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് അമേരിക്കയും ഇറാൻ തമ്മിലുള്ള നയതന്ത്ര ബന്ധം തകരുന്നത്. ഇസ്രായേൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. എന്നാൽ അതേസമയം ഇറാന് ഇസ്രായേലിനെതിരെ എല്ലായ്പ്പോഴും തുറന്നടിച്ച് വിമർശിക്കുന്ന ഒരു രാജ്യം കാണും. ഈ 3 രാജ്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിരോധമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്ന് പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി വിവാദ വിഷയമാണ്. 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന ആണവ കരാർ പദ്ധതി ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പിന്നീട് അമേരിക്ക ഇതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം ഉപരോധവും സംഘർഷവും ശക്തമാകുന്നുണ്ട്. പിന്നീട് ഇസ്രായേൽ പലവട്ടം ഇറാനിന്റെ ആണവ സൗകര്യങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ആക്രമിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള സംഘടനകൾ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നതും സംഘർഷം ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയുമായുള്ള കോൺഫ്ലിക്റ്റിൽ ഇറാൻ GCC മേഖലയിലെ അമേരിക്കൻ നാവൽ ബേസിനെ ആക്രമിച്ചതോടുകൂടെ GCC മേഖല മൊത്തമായിട്ട് അശാന്തി പടരുകയും പരസ്പരം ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണവും നടന്നത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം കനത്താൽ ഇത് GCC മാത്രമല്ല, ലോകത്തെ മൊത്തമായിട്ടും ബാധിക്കും. കാരണം മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന മേഖലയാണ്. യുദ്ധം വ്യാപിച്ചാൽ ഇത് എണ്ണ വില കുത്തനെ ഉയർത്തുകയും ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വ്യാപാരം, വിപണി, ആഭ്യന്തരം പോലുള്ള പല വിഷയങ്ങളിലും പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ യുദ്ധം 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പലരും ആശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്നൊന്നും ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെന്ന് വെച്ചാൽ പല ശക്തരായിട്ടുള്ള രാജ്യങ്ങൾക്കും യുദ്ധത്തിലേക്ക് നേരിട്ട് കടക്കാൻ അത്ര തന്നെ താല്പര്യമില്ല. പക്ഷെ സ്ഥിതി നിയന്ത്രണം വിട്ടാൽ, പ്രത്യേകിച്ച് റഷ്യ, ചൈന, നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ ഇന്ന് കാണുന്ന യുദ്ധത്തിന്റെ സിനാരിയോ തന്നെ മാറും. 3ാം ലോക മഹായുദ്ധം ഒരു സിനിമാ കഥയല്ല, അത് മനുഷ്യരാശിയുടെ അവസാന മുന്നറിയിപ്പായിരിക്കും. യുദ്ധം തുടങ്ങുന്നത് രാഷ്ട്രത്തിൽ നിന്നാണെങ്കിലും അത് അവസാനിക്കുന്നത് സാധാരണ ജനങ്ങളുടെ കണ്ണീരിലായിരിക്കും.